എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 39-ാം സങ്കീർത്തനം 12-ാം വാക്യം. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ. ഓരോ വിശ്വാസിയും ഈ ലോകത്ത് അപരിചിതനും പരദേശിയും ആയിരിക്കുന്നുവെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ദാവീദ് അഭ്യർത്ഥിക്കുന്നത് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ്. സത്യസന്ധമായ ഒരു പ്രാർത്ഥനയുടെ ശക്തിയെ ഒരിക്കലും കുറച്ച് കാണരുത്. വാക്കുകൾക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു ശബ്ദമാണ് കണ്ണുനീരിനുള്ളത്. ദൈവം തൻ്റെ കണ്ണുനീരിന് മുൻപിൽ നിശബ്ദനായിരിക്കുകയില്ല എന്ന് ദാവീദ് വിശ്വസിക്കുന്നു. ദാവീദ് ഈ ലോകത്ത് തൻ്റെ താൽക്കാലികത അംഗീകരിക്കുന്നു. ഈ സത്യം നാം തിരിച്ചറിയുമ്പോൾ നാം സ്വയം താഴ്ത്തുകയും നമ്മുടെ ശ്രദ്ധയെ ലൗകികതയിൽ നിന്ന് നിത്യതയിലേക്ക് മാറ്റുകയും ചെയ്യും. പ്രിയ സ്നേഹിതരെ, ഭൂമിയിലെ കഷ്ടതകൾ താൽക്കാലികമാണ്. നിത്യമായ സന്തോഷമാണ് നമ്മുടെ ലക്ഷ്യം. നാം നിത്യത മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുക. മങ്ങിപ്പോകുന്ന കാര്യങ്ങളിൽ അധികം മുറുകെ പിടിക്കരുത്. എന്നേക്ക് നിലനിൽക്കുന്നതും ദൈവത്തിലുള്ള നമ്മുടെ ബന്ധത്തിലും അവന് വേണ്ടിയുള്ള നമ്മുടെ സാക്ഷ്യത്തിലും നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനൊരു പരദേശിയാണെന്നുള്ള ബോധ്യതയിൽ നിരന്തരം ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.